ഒരു ട്രിപ്പ് ഇറങ്ങിയതാ. ഒറ്റ ഇടത്ത് ഫുഡും ഇല്ല, ആളും ഇല്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞങ്ങളാണെങ്കിൽ ഇന്നൊരു വാഗമൺ ട്രിപ്പിന് പോവാട്ടോ. അപ്പൊ ഇന്നൊരു ട്രാവൽ വ്ലോഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റാന്നി വരെ വരുന്നതിന് മുമ്പ് വരെ എത്തുന്നതിന് മുന്നേ വരെ വന്ന റോഡിലൊന്നും തിരക്കില്ല, അപ്പം അധികം പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ ചെന്ന് കഴിക്കാം എന്നുകൊണ്ട് ആര്യഭവൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്ന് അവിടെ എത്തിയപ്പോഴത്തെ സീൻ ആയിരുന്നു വിഷയം. ഒരു പള്ളിപ്പെരുന്നാൾ പറഞ്ഞ പോലെ ആളുണ്ടായിരുന്നു. ആൾക്കാർ ട്രാവലറെ വന്നിട്ട് അവിടെ വെയിറ്റിംഗിൽ. അല്ല, ഞാനും അപ്പയും കൂടെ കയറി നോക്കിയപ്പോ ആൾക്കാരെല്ലാം ടേബിളായിരിക്കും, ആരും കഴിക്കുന്ന കണ്ടില്ല കേട്ടോ. എല്ലാരും ടേബിളിൽ തന്നെ ഇരിക്കും. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് അടുത്ത കടയിൽ കയറി സെർവിങ്ങും ക്ലീനിങ്ങും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം കുക്കിങ്ങിന് ഞങ്ങൾ തയ്യാറായിരുന്നു. അവര് പിന്നെ കൈപ്പുണ്യമുള്ളവർ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങള് തിരിച്ചു. പക്ഷെ അവരെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. മാക്സിമം എന്നിടത്തോളം അവര് എല്ലായിടത്തും അറ്റൻഡ് ചെയ്തു. പറ്റുന്ന സ്പീഡിൽ സാധനം കൊണ്ട് തരാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ചെയ്യാനാ, ഈ ഓണം കഴിഞ്ഞതായതുകൊണ്ട് ഭയങ്കര തിരക്ക്. അപ്പൊ ഇനി ഈ പോകുന്ന മനുഷ്യരെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ വാഗമൺ കാണും. അപ്പൊ ഞങ്ങള് വേണ്ട പോവാണ്. ചേട്ടന്മാര് കളിക്കുന്നുണ്ടോ? കണ്ടോ? നിർത്തത്തില്ല. തേയിലയിൽ വന്നിറങ്ങിയേക്ക, ജസ്റ്റ് ഒരു സ്നാക്സിന് വേണ്ടിട്ട് വന്നിറങ്ങിയതാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. നമ്മള് ഓണത്തിന്റെ ട്രിപ്പ് വേളാങ്കണ്ണിക്ക് പോരായിരുന്നു. അപ്പൊ തഞ്ചാവൂർ പോകാനുള്ള കോസ്റ്റ്യൂമിൽ അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇന്ന് വാഗമണ്ണിൽ പോയി അതേ കോസ്റ്റ്യൂമിൽ വന്നിട്ടുണ്ട്. ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചതിന്റെ ക്ഷീണമായി ഓവൈ താമരയില് ഇങ്ങനെ 300 രൂപയുടെ ഒരു ജ്യൂസ് ഇങ്ങനെ മേടിച്ച് ഞാൻ മണ്ടേ കൈയും വന്ന് നോക്കി താഴോട്ട് വന്നപ്പോൾ ജ്യൂസ് കാണാനില്ല. ഒറ്റ വലിക്കത് കുടിച്ചത് 300 രൂപയുടെ വാട്ടർമെലൺ ജ്യൂസ്. സൂപ്പർ ജ്യൂസ് കൊണ്ടുവന്നപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സിപ്പ് ഒന്ന് കുടിച്ചു. എന്നിട്ട് ഇവക്ക് കൊടുത്തിട്ട് മേളിൽ അപ്പോൾ ഫ്ലൈറ്റ് പോകുന്ന എന്തോ ഒരു വെഡിങ്ങിന് ഫോട്ടോഗ്രാഫി നടക്കാം എന്തോ ഞാൻ അങ്ങോട്ടോ നോക്കി തിരിഞ്ഞു വന്നപ്പോൾ ജ്യൂസ് ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കിയിരിക്കട്ടെ. നമ്മള് കുട്ടിക്കാനെത്തി. കുട്ടിക്കാനത്തു നിന്ന് വാഗമൺ പോകുന്ന വഴിക്കുള്ള സ്ഥലം കേട്ടോ. നല്ല ടീ പ്ലാന്റേഷനും. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് ഏലപ്പാറ എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടുള്ളതാട്ടോ. ഇവിടുന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വാഗമൺ പോകാനുള്ള റൂട്ടും കാണാം. അത് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. അങ്ങനെ നമ്മള് അഡ്വഞ്ചർ പാർക്ക് എത്തി. ഞങ്ങള് അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് തിരിച്ചു പോകട്ടോ. ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ കയറിയില്ല. ഈ സമയം ഒരു 11:30 ഭയങ്കര വെയില്. വൈകുന്നേരം ആകുമ്പോ ഇവിടെ അപ്പൊ ലൈറ്റിങ്ങും പിന്നെന്താ ഫൗണ്ടൻ സംഭവം എന്തോ മ്യൂസിക് എന്തോ ഇത്. അപ്പൊ അതൊക്കെ വൈകുന്നേരം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എന്നാൽ വൈകുന്നേരം വരാമെന്ന് വെച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുക. അഡ്വഞ്ചർ പാർക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന കേട്ടോ പൈൻ ഫോറസ്റ്റ്. അപ്പം ഞങ്ങളുടെ അടുത്ത സ്പോട്ട് അവിടെ ആയിരുന്നു. സൈഡ് മൊത്തം കടകളുണ്ടായിരുന്നു. അത് നോക്കി താഴോട്ട് ചെന്നപ്പോഴാണ് അന്തം വിട്ടുപോയത്. കാരണം ഈ കേരളത്തിലുള്ള മൊത്തം മനുഷ്യർ ഈ പൈൻ ഫോറസ്റ്റിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻട്രി ഫീസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഉണ്ട്. പിള്ളേർക്ക് 5 രൂപയും വലിയവർക്ക് 10 രൂപ കേട്ടോ. എന്ത് തിരക്കാൻ നോക്കിയേണ്ടി ഈശോയെ. നല്ല തിരക്കായിരുന്നത് കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ സിംഗിൾ ഫോട്ടോ ഒന്നും കിട്ടത്തില്ല കേട്ടോ. മൊത്തം ഗ്രൂപ്പ് ഫോട്ടോയെ കിട്ടത്തുള്ളൂ. കാരണം അവിടെ മൊത്തം മനുഷ്യരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉള്ളതിനെക്കാട്ടിലും ഓപ്പോസിറ്റ് സൈഡിലാട്ടോ ഇറങ്ങിയത്. അവിടെ ആയപ്പോഴത്തേക്ക് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി കേട്ടോ. ഇത് മേടിച്ചു തരാം, പക്ഷെ പുറത്തോട്ടൊന്നും ഇറങ്ങുമ്പോൾ ഇത് വെച്ചോണ്ട് പോകണമെന്ന് പറയല്ലേ. വീട്ടിലേ വെക്കാവൂ. വീട്ടിൽ വെച്ചാൽ മതി. ഓക്കെ ആണോ? എന്നാ ഇത് മതിയോ?
പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ച സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തപ്പിയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ് ആയിരുന്നു. വിൻ്റർ വാലി എന്നായിരുന്നു കേട്ടോ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങോട്ട് വരുന്ന ഫാമിലി ആൾക്കാരൊക്കെ ഇതുപോലെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് തപ്പുവാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഫുഡ് ഇരുന്ന് കഴിക്കാം കേട്ടോ. കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ ആട്ടോ. റെസ്റ്റോറൻ്റ് അല്ല, ശരിക്കും ഇതൊരു റിസോർട്ടിൻ്റെയാണ്. അവിടുത്തെ ഏരിയ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഗാർഡൻ. ലഞ്ചിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചട്ടിച്ചോറും ചട്ടി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെ ചട്ടി ബിരിയാണി അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ തവണ ചട്ടി ബിരിയാണി ആയിരുന്നു മേടിച്ചത്. രണ്ടും നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ചട്ടി ബിരിയാണി നമ്മുടെ വന്നു. ലഞ്ച് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ എവിടെയും പോയില്ല, നേരെ ഞങ്ങളുടെ റിസോർട്ടിലോട്ട് പോയി. ഹോളിഡേ വാഗമണിലായിരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലായിടത്തും ഞങ്ങളിത് ഹോളിഡേ വാഗമണ്ണിലെത്തി ചെക്കിങ്ങിനായി. ഇവിടെ ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ, ചെറുത് ചാറ്റൽ വേണ്ട. എന്നിട്ട് റൂമിലോട്ട് പോവാണ്. ഇതാണ് റൂം, വലിയ റൂമാട്ടോ. ഓ, വലിയ വിശാലമായിട്ടുള്ളൊരു ബാത്റൂം ആട്ടോ. ഓ, ഇതിനകത്ത് തന്നെയാണ്. അയ്യേ, അതൊരുമാതിരി പന്നപരിപാടി ആയിപ്പോയല്ലോ. കബോർഡ്, അവിടെ കബോർഡില്ലേ? അയ്യേ, വെരി ബാഡ്. ഷേ, അത് ആ അതെ അതെ, ഇത്രയും സ്പേസ് ഉണ്ടേ. അതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഒരു കബോർഡ് കൊണ്ട് വെക്കേണ്ടതിന്. പിന്നെ നമ്മൾ വൺ ഡേ ആയതുകൊണ്ട് നമുക്ക് കബോർഡിൽ വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത്രയും സ്ഥലമുണ്ടല്ലോ. ഞങ്ങൾ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പുറകിലാണെങ്കിൽ ടീ എസ്റ്റേറ്റ് ആട്ടോ. അപ്പം ഈ നടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് പോയി നോക്കി വെച്ചിട്ട് വരാമെന്ന്. ഇതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വില്ലാസ് അല്ല, ഓരോ റൂമായിട്ട് തന്നെയാണ്. പക്ഷെ കണ്ട ഇങ്ങനെയാണ് വില്ല പോലെ ചെയ്തേക്കുന്ന, പക്ഷെ റൂംസാണ്. അത് ഞങ്ങളുടെ റൂം, ഇവിടെ അപ്പയമ്മയുടെ റൂം. വാഗമണ്ണി ഞങ്ങൾ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ചെറുതായിട്ട് ചാറ്റമഴയായി. അതുകൊണ്ട് ഞങ്ങൾ റിസോർട്ടിലോട്ട് തിരിച്ചിങ്ങി പോന്നായിരുന്നു. ഇനിയിപ്പം മഴയൊന്നുമില്ല. വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ അഡ്വഞ്ചർ പാർക്കിലെ മറ്റേ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ. അതിനിപ്പം ചെയ്യാൻ സമയമില്ല. അല്ലാണ്ട് 7 മണിയാകുമ്പം മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോകണം. ഫ്ലവർ ഷോയും പിന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കുണ്ട്. ഇതാ ഏറുമാടം, ഇതായിരിക്കും ഏറുമാടം കേട്ടോ. ആ, ഏറുമാടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവിടെ സ്റ്റെപ്പുണ്ട്. അടച്ചിട്ടേക്കാണോ? ഇത് റൂമാ. ആണോ? ആ, ഇത് മുറിയാ. ഏറുമാടം അല്ല, AC വർക്ക് ചെയ്യുന്നല്ലേ. ഇത് റൂമാ. അയ്യോ ബാബാ, ആരോ താമസിക്കുന്ന റൂമായി. നമ്മുടെ റിസോർട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് ടീ എസ്റ്റേറ്റ് കേട്ടോ. അതിന്റെ സൈഡിലായിട്ട് പിള്ളേർക്കുള്ള ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അതേപോലെ ഇവിടെ ആണെങ്കിൽ പലതരത്തിലുള്ള റൂംസ് ആട്ടോ ഉള്ളത്. വില്ല പോലെയുണ്ട്, റൂം ആയിട്ടുണ്ട്, ട്രീ ഹൗസ് ഉണ്ട്, അതേപോലെ നമ്മുടെ ബബിൾ ടെന്റ് ഇല്ലേ, അതും ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ ഒരു നടപ്പന്തൽ മേലോട്ട്. അല്ല, ഇതിന്റെ മണ്ടയ്ക്ക് എന്തൊക്കെയുണ്ട്? ഫാഷൻ ഫ്രൂട്ടാണോ ഇതിന്റെ മണ്ടയ്ക്ക്? ഏറുമാടം പിള്ളേർക്ക് കളിക്കാനുള്ള. ഞങ്ങൾ മേളിൽ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ്. ഈ എസ്റ്റേറ്റിന്റെ ഏറ്റവും മേളിലായിട്ടോ ബബിൾ ടെന്റ് ഉള്ളത്. ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്ക് രാവിലെ സൺറൈസ് ഒക്കെ നല്ലതായിട്ട് കാണാം. റിസോർട്ടിൻ്റെ എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അഡ്വഞ്ചർ പാർക്കിൽ നമുക്ക് റൈഡ്സിലൊന്നും കയറാൻ പറ്റത്തില്ല, കാരണം അത് 5 മണി വരെ ഉള്ളൂ. അപ്പം നമ്മൾ മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാനായിട്ടാണ് പോകാൻ ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് വണ്ടിയിൽ പെട്രോൾ ഇല്ല, പക്ഷേ അടിക്കാനായിട്ട് വാഗമണ്ണിൽ പമ്പും ഇല്ല എന്നുള്ള കാര്യം. ഇനി നമ്മൾ പെട്രോൾ അടിക്കണമെങ്കിൽ ഒന്നീ ഈരാറ്റുപേട്ടയ്ക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ ഏലപ്പാറയിൽ പോകണം കേട്ടോ.
അവസാനം പെട്രോൾ പമ്പ് തേടി ഞങ്ങൾ ഏലപ്പാറയിൽ എത്തി കേട്ടോ. വാഗമണ്ണിൽ നിന്ന് ഒരു 1/4 മണിക്കൂറുണ്ട് ഏലപ്പാറ വരെ എത്താൻ. വാഗമണ്ണിൽ പെട്രോൾ പമ്പ് ഇല്ലെന്ന് അറിഞ്ഞത് ഈ സമയത്താട്ടോ. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം പെട്രോൾ പമ്പ് കിട്ടി. ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് വാഗമണ്ണ് പെട്രോൾ പമ്പ് ഇല്ല. അവിടെ ഒരു ലോറി, ടാങ്ക് ലോറിയിൽ നിന്നിട്ട് എല്ലാവർക്കും പെട്രോൾ കൊടുക്കുക, അല്ലേ പിന്നെ ബ്ലാക്കിന് കിട്ടും. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി തിരിച്ച് ഏലപ്പാറയിൽ വന്നിരിക്കുന്നു. എന്തോ കഷ്ടപ്പാടാണ്. അപ്പം നമ്മൾ ഇതേണ്ട ഫ്ലവർ ഗാർഡനിലെത്തി. ലൈറ്റ് രാവിലെ നമ്മൾ ഇവിടെ വന്നിട്ടായിരുന്നു തിരിച്ചു പോയത്, രാത്രി വരാമെന്ന് പറഞ്ഞ സ്ഥലം. ഇത് കൊള്ളാം, ലോട്ടസ്. ഇതിനകത്ത് കയറി ഫോട്ടോ എടുക്കാൻ പറ്റും, തിരിച്ചു വരുമ്പോൾ എടുക്കാം. അയ്യോ, നമ്മൾ വന്നപ്പോഴത്തേക്ക് വാട്ടർ മ്യൂസിക്കൽ ഫൗണ്ടൻ തുടങ്ങി. അയ്യോ, പ്ലാസ്റ്റിക് പൂ പോലെയുണ്ട്. അയ്യോ, ഒറിജിനലാ. നോക്കിയേ, നല്ല രസമില്ലേ കിട്ടോ, നോക്കിയേ. മ്യൂസിക്കൽ ഫൗണ്ടൻ ഒന്നും ഫുൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നില്ല കേട്ടോ, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി വണ്ടി എടുത്ത് ഇറങ്ങാമല്ലോ എന്നുള്ള രീതിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ലൈറ്റുകളുടെ ഇടയിലൊക്കെ പോയി കേട്ടോ. ഈ ലോട്ടസിൻ്റെ അകത്ത് കയറി നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. രാവിലെ വരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി വരുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ രാത്രി വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ ഒന്നും കയറാനും പറ്റത്തില്ല. അതാണൊരു ബുദ്ധിമുട്ട്. രാവിലെ വരുമ്പോൾ ഇവിടെ 60 രൂപയാട്ടോ എൻട്രി ടിക്കറ്റ്, രാത്രി വരുമ്പോൾ 100 രൂപയും. ഈ രാവിലത്തെ ടിക്കറ്റും കൊണ്ട് നമുക്ക് രാത്രി വരാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിൽ പോയി. ഞങ്ങൾ പോയിട്ടെല്ലാം വന്ന് ഫ്രഷായിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു. നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടാണ് പോയതുകൊണ്ട് നമുക്ക് താമസമൊന്നുമില്ല. നേരെ ഫുഡ് വരിക, കഴിക്കാൻ പോവുക. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ബാർബിക്യൂവും പൊറോട്ടയും ചപ്പാത്തി അതേ ഉണ്ടായിരുന്നുള്ളൊരു പ്രശ്നം. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉറങ്ങാനായിട്ട് പോയിട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു യാത്രയുടെ തന്നെ. ബാക്കി സ്പോട്ടിലൊക്കെ നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് പുറകാലെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.